ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ നിഷി തന്നൊരു സ്റ്റോറി ആയിട്ടാണ്. നിഷി ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ബാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കേൾക്കാം. എൻ്റെ പേര് അൻഫൽ, വയസ്സ് 18. കോഴിക്കോട്ടെ പേരുകേട്ട ഒരു മുസ്ലിം തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. ഉപ്പ 49 വയസ്സുള്ള ഹബീബ് സൗദിയിൽ സേഫ്റ്റി ഓഫീസറായി ജോലി ചെയ്യുന്നു. ഉപ്പ ചെറുപ്പം മുതലേ ഗൾഫിലായതുകൊണ്ട് കുടുംബം സാമ്പത്തികമായി നല്ല നിലയിലാണ്. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ അവിടെ തന്നെ ആയിരുന്നു. 10th കഴിഞ്ഞതിന് ശേഷം ഞാനും ഉമ്മയും നാട്ടിൽ സെറ്റിലായി. അവിടുത്തെ ഹയർ സ്റ്റഡീസൊക്കെ മോശമായതുകൊണ്ട് എന്നെ അവിടെ പഠിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് സ്ഥിരതാമസമായി 4 വർഷമാകുന്നു. കുട്ടിക്കാലം മുഴുവൻ ഗൾഫിലായത് കാരണം എനിക്ക് നാട്ടിൽ സുഹൃത്തുക്കൾ കുറവാണ്. എന്നോടാരും കമ്പനി കൂടാറില്ല എന്നതാണ് സത്യം. നാട്ടിലെ കുട്ടികളുടെ റേഞ്ചിലേക്ക് എത്താൻ എനിക്ക് പറ്റിയിരുന്നില്ല. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ പറയുന്ന കോഡ് ഭാഷയും ഇന്നർ മീനിങ്ങും ഒന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല. എന്നെ അവരൊരു പൊട്ടനായി ആയിരുന്നു കാണുന്നത്. അതുമാത്രമല്ല, ഞങ്ങളുടെ നാട്ടിലെ അത്യാവശ്യം പേരുള്ള കുടുംബക്കാരായതുകൊണ്ട് എന്നോടെപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവർക്ക്. കൂടുതലും ഞാൻ പുറത്തു പോവാറുള്ളത് വീട്ടിലേക്ക് അത്യാവശ്യ സാധനം വാങ്ങാനും എനിക്കും ഉമ്മയ്ക്കും റീചാർജ് ചെയ്യാനും മാത്രമായിരുന്നു. അത് മനസ്സിലായതുകൊണ്ടാവും അവരോട് അധികം കമ്പനി കൂടണ്ട എന്നുമ്മ പറയുമായിരുന്നു. അതുമാത്രമല്ല, അവരെല്ലാവരും സിഗരറ്റ്, കള്ളുകൂടി, വായ്നോട്ടമൊക്കെയുള്ള അലവലാദികളാണെന്ന് കേട്ടുകേൾവിയുമുണ്ട്. ഇത്രയൊക്കെ കാരണങ്ങൾ പോരെ ഉമ്മയ്ക്ക് എന്നെ അവരോട് കമ്പനി കൂടുന്നത് വിലക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വക കാര്യങ്ങളോടൊന്നും താല്പര്യവുമില്ലാതിരുന്നു. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ലാതെ കോഴിക്കോട് സിൽവർ ഹിൽസിൽ നിന്നും +2 കഴിഞ്ഞ് കോളേജിലെത്തി. ഇപ്പോൾ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ ഫസ്റ്റ് ഇയർ ഫിസിക്സ് വിദ്യാർത്ഥിയാണ് ഞാൻ. പഠിച്ച് നാട്ടിൽ തന്നെ ഒരു ജോലി നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ഒറ്റ മകനായ കൊണ്ട് വീട്ടിൽ വളർത്തിയതും ശീലിച്ചതുമൊക്കെ കൂട്ടിലിട്ട കിളിയെപ്പോലെ ആയിരുന്നു. പിന്നെ ഉപ്പ ഗൾഫിലായതുകൊണ്ട് അവിടുത്തെ ബുദ്ധിമുട്ടുകളും അറിയാം. എന്നെ പുറത്ത് വിട്ട് പഠിപ്പിക്കാൻ പോലും എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും താല്പര്യമില്ലായിരുന്നു. ഉപ്പയായിട്ട് സമ്പാദിച്ച സ്വത്തുക്കളുള്ള കൊണ്ട് എനിക്ക് നാട്ടിൽ ഒരു സെക്യൂർ ജോബ് തന്നെ ആയിരുന്നു താല്പര്യം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായാണ് ഞാൻ കോളേജിലെത്തിയത്. 4 വർഷത്തിനിപ്പുറം ആദ്യമായാണ് എനിക്ക് അവിടെ 2 നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നത്, നിഹാലും ജിബിനും. എന്നെ കളിയാക്കാത്ത, എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെ കിട്ടിയതിൽ ഞാനും നല്ല ഹാപ്പി ആയിരുന്നു. അവർ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. പെൺകുട്ടികളുടെ കാര്യവും ലൈൻ കാര്യവുമെല്ലാം അങ്ങനെ ഞാൻ ചെറുതായി മനസ്സിലാക്കി തുടങ്ങി. ഉപ്പാടെയും ഉമ്മായുടെയും ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് കുൽസിതങ്ങളായ കാര്യത്തിനും അതുപോലത്തെ കാര്യങ്ങളോടും എനിക്കപ്പോഴും താല്പര്യം തോന്നിയിരുന്നില്ല. അവന്മാരതൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഒഴിവാക്കുമായിരുന്നു. നിഹാലായിരുന്നു ആ കാര്യത്തിൽ കൂടുതൽ എക്സ്പേർട്ട്. അവന് പണ്ട് ലൈനൊക്കെ ഉള്ളതായിരുന്നു. അതിൽ മാത്രമല്ല, എല്ലാത്തിലും അവൻ എക്സ്പേർട്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതും അവനായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അവനത് ഒപ്പിച്ചെടുത്തു. ഞാൻ അതിൽ കുട്ടിയായിരുന്നു. ബൈക്ക് മാത്രം ഓടിക്കാൻ അറിയാവുന്ന എന്നെ കാർ ഓടിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയതും അവൻ തന്നെ ആയിരുന്നു. ഞങ്ങൾ റെൻറ്റിനെടുത്ത കാറ് ആക്സിഡൻ്റ് ആയതോടുകൂടി അതും പകുതി വഴിക്ക് സ്റ്റോപ്പായി. ആ കാര്യത്തിൽ അവന്മാരെപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു. ആ വാശിക്ക് ഒരുവിധം ഞാൻ ഡ്രൈവിംഗ് പഠിച്ചെടുത്തു, ലൈസൻസ് ഒപ്പിച്ചു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉപ്പയും ആനുവൽ ലീവിന് നാട്ടിൽ വന്നു. ഉപ്പയ്ക്ക് 1 മാസമായിരുന്നു ഇയർലി ലീവ്. കോളേജിലും ഇല്ലാതെ ബോറടിച്ചിരുന്ന സമയമായതുകൊണ്ട് ഞങ്ങളൊരു വീഗാലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഇതൊക്കെ വല്ലപ്പോഴും ഉപ്പ വരുമ്പോൾ മാത്രമുള്ള കാര്യമായതുകൊണ്ട് ഉമ്മയ്ക്കും എനിക്കും വലിയ സന്തോഷമായിരുന്നു. പക്ഷേ പ്ലാനിങ്ങിൽ ചെറുതായി ഒന്ന് പാളി. കോഴിക്കോട്ട് നിന്ന് എറണാകുളം വരെ ഏകദേശം 6 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ഉപ്പയ്ക്ക് ഡിസ്കിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ലോങ് ഡ്രൈവ് പറ്റില്ലായിരുന്നു. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എന്നെയും ഡ്രൈവ് ചെയ്യിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് നിഹാലിൻ്റെ കാര്യം ഓർമ്മ വന്നത്.
ഞാനത് ഉപ്പാനോട് പറഞ്ഞപ്പോൾ അവർക്കും അത് കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പേരായതുകൊണ്ടും എൻ്റെ നല്ല സുഹൃത്തുക്കളായതുകൊണ്ടും ഉമ്മയും ഹാപ്പി ആയിരുന്നു. ഞാൻ ഈ പ്ലാൻ നിഹാലിനോട് പറഞ്ഞപ്പോൾ അവൻ ഒരു വിധത്തിൽ സമ്മതിക്കില്ല. എൻ്റെ ഫാമിലിക്കാർ മാത്രമായതുകൊണ്ടും അവരെ അവന് പരിചയമില്ലാത്തതുകൊണ്ടും അവൻ പോസ്റ്റ് ആവുമെന്ന്. അതുകൊണ്ട് അവൻ വരില്ലെന്ന് തീർത്ത് പറഞ്ഞു. ഞാൻ കാല് പിടിച്ചിട്ടും അവൻ സമ്മതിക്കുന്നില്ല. അവസാനം അവൻ ഒരു കമ്പനിയായിട്ട് ജിബിനെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് ഒരുവിധം അവനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ജിബിനെയും ഞാൻ വിളിച്ച് ഓക്കെ ആക്കി. ആളിൻ്റെ എണ്ണം കൂടിയപ്പോൾ വീട്ടിലെ റിറ്റ്സിൽ വെള്ളവും കൂടിയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കി കൊച്ചാപ്പയുടെ വീട്ടിലെ ഇന്നോവ ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ദേ വരുന്നു അടുത്ത കുരിശ്. ഞങ്ങളുടെ കൂടെ കൊച്ചുമ്മയ്ക്കും വരണമെന്ന്. പണ്ടാരം എന്തേലും ആവട്ടെ, വണ്ടിയിൽ സ്ഥലവുമുണ്ടല്ലോ എന്ന് വെച്ച് ഞാനത് സമ്മതിച്ചു. അങ്ങനെ മുല്ലശ്ശേരി തറവാട്ടിൽ നിന്നും ഫാമിലിയോടെ ഒരുപാട് നാളിന് ശേഷം ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോകുന്നു. ഞായറാഴ്ച രാവിലെ തന്നെ എത്തിക്കോളാമെന്ന് ജിബിനും നിഹാലും ഓക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. എൻ്റെ തറവാടിനെ പറ്റി പറയാൻ വിട്ടുപോയല്ലോ. കാലിക്കറ്റ് ഈസ്റ്റ് ഹിൽ ഗ്രാമത്തിലെ പേരുകേട്ട തറവാടാണ് മല്ലശ്ശേരി തറവാട്. എൻ്റെ ഉപ്പുപ്പ ഖ്വാജ അബ്ദുൾ റഹ്മാൻ ഹാജിക്കും ഉമ്മുമ്മ സുഹറ ബീവിക്കും 2 മക്കൾ. മൂത്ത മകൻ എൻ്റെ ഉപ്പ അബ്ദുൽ ഹബീബും വയസ്സ് 49, കൊച്ചാപ്പ അബ്ദുൽ സമദും വയസ്സ് 47 കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. അവരുടെ പ്രിയപ്പെട്ട പത്നിമാർ ഹസീന ഹബീബ് 40 വയസ്സുള്ള എൻ്റെ ഉമ്മ, പിന്നെ ഷിംന സമദ് 36 വയസ്സായ എൻ്റെ കൊച്ചുമ്മ. പൊതുവെ ഓർത്തഡോക്സ് ആണ് ഞങ്ങളുടെ കുടുംബം. കുടുംബത്തിനായി മാത്രം ജീവിക്കുന്ന ഉപ്പയും കൊച്ചാപ്പയും. അവരെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യമാർ. കൂട്ടത്തിൽ കുറച്ച് ആക്റ്റീവ് കൊച്ചാപ്പ ആണേലും എൻ്റെ ഉപ്പ ഭയങ്കര പാവമാണ്. അധികം ആരോടും സംസാരിക്കുന്ന പ്രകൃതമല്ല. ആ സ്വഭാവമാണ് എനിക്ക് കിട്ടിയതെന്നാണ് ഉമ്മ എപ്പോഴും പറയുന്നത്. സ്വഭാവം ഉപ്പയുടെ ആണേലും കളറും സൗന്ദര്യവും എനിക്ക് ഉമ്മയെപ്പോലെയാണ്. എൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുവാണെങ്കിൽ 5 നേരം നമസ്കരിക്കുന്ന, ദൈവഭയം ആവശ്യത്തിലധികമുള്ള ആളാണ് എൻ്റെ ഉമ്മ. പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും പർദ്ദയാണ് ഉമ്മ ഇടുന്നത്. ഉപ്പയുടെ എല്ലാ വളർച്ചയ്ക്കും കാരണം എൻ്റെ ഉമ്മ ആണെന്നാണ് എല്ലാവരും പറയണത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അസാധ്യമായ സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് എൻ്റെ ഉമ്മ. ഒരു കോഴിക്കോടൻ ഹൂറിക്ക് വേണ്ട എല്ലാ ഘടനകളും പാകത്തിനുള്ളൊരു സ്ത്രീ. കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. തൊട്ടാൽ ചുമക്കുന്ന വെളുപ്പ്, നീളം മുട്ടോളം എത്തുന്ന മുടികൾ. ജന്മനാ നീളൻ മുടി ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നീളമുള്ള കൺപീലികൾ, ചോര തുടിക്കുന്ന പുറത്തേക്ക് മലർന്ന തടിച്ച ചുണ്ടുകൾ. പാകിസ്ഥാനി ആക്ടേഴ്സ് സിത്താര ബൈഗിൻ്റെ മല്ലു വേർഷനാണ് എൻ്റെ ഉമ്മ. ആവശ്യത്തിൽ അധികം കൊഴുപ്പും മുഴുപ്പും പടച്ചോൻ അറിഞ്ഞു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പർദ്ദയാണ് വസ്ത്രം. ഞങ്ങളുടെ വീട്ടിലുള്ള വലിയ മതിൽക്കെട്ടിനുള്ളിലായതിനാൽ അടുത്തുള്ള വായ്നോക്കികൾക്ക് അത് ആസ്വദിക്കാൻ അങ്ങനെ സാധിച്ചിരുന്നില്ല. കൊച്ചുമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മയെപ്പോലെ അത്ര ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമല്ലായിരുന്നു കൊച്ചുമ്മയ്ക്ക്. 7ൽ പഠിക്കുന്ന ഒരു മോളുണ്ട് കൊച്ചുമ്മയ്ക്ക്, ഞങ്ങളുടെ ഫർസ മോൾ. എന്നാലും കണ്ടാൽ അത്രയും പ്രായം തോന്നിക്കില്ല. ഉമ്മാടെ അത്ര വണ്ണമില്ലായിരുന്നു. എന്നാലും ഉമ്മയോട് കിടപിടിക്കുന്ന സൗന്ദര്യമായിരുന്നു കൊച്ചുമ്മയ്ക്കും. ഉമ്മയെപ്പോലെ നല്ല തൂവെള്ള കളറായിരുന്നു കൊച്ചുമ്മയും. 164 സെൻറ്റിമീറ്റർ പൊക്കം, അതിനൊത്ത വണ്ണം, ഒട്ടും ചാടാത്ത വയറ്, പിന്നെ ആരെയും ആകർഷിക്കുന്ന പിന്നഴക്. അങ്ങനെ എല്ലാം തികഞ്ഞ ഒത്ത ഒരു ചരക്കാണവർ. മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ അവർ 2 പേരും നേരത്തെ തന്നെ എത്തി. ഞാൻ അവർക്ക് കമ്പനി കൊടുത്ത് സിറ്റ് ഔട്ടിലിരുന്നു. ഉപ്പ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കാറിൽ വെക്കുന്ന തിരക്കിലായിരുന്നു. ഞാനും ഉപ്പയും റെഡിയായി കഴിഞ്ഞിട്ടും ഉമ്മയുടെയും കൊച്ചുമ്മയുടെയും ഒരുക്കം കഴിഞ്ഞില്ല. ദേഷ്യം കയറി ഉപ്പ അകത്തേക്ക് പോയി. ഉമ്മയെ വഴക്ക് പറയണേ ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എത്ര നേരമായിടി, എന്തൊരുക്കവാ, ഞങ്ങൾ റെഡിയായിട്ട് മണിക്കൂർ 1 നിങ്ങളൊന്ന് അടങ്ങ് മനുഷ്യ. നിങ്ങൾക്ക് ഒരുങ്ങേണ്ട എന്ന് വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? വർഷത്തിൽ ഒരിക്കലേ ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകുന്നേ. അതിനൊന്നും ഒരുങ്ങി ഇറങ്ങുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഉമ്മ ചെറിയ സങ്കടത്തോടും ദേഷ്യത്തോടും പറഞ്ഞു. അത് കേട്ട് ഉപ്പ പറഞ്ഞു, ആ ശരി, ഞാൻ വഴക്കിനില്ല. അവിടെ ആ പിള്ളേർ വന്നിരിക്കുന്നു. നീ വേഗം ഒരുങ്ങി ഇറങ്ങിയിട്ട് അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക്. ഇതെല്ലാം കേട്ട് നിഹാൽ എന്നോട് ചോദിച്ചു, എടാ നിൻ്റെ ഉപ്പ ചൂടനാണോ? ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടാ വന്നേ. നീ ഉമ്മാനോടൊന്നും എടുക്കണ്ടെന്ന് പറ.
അല്ലടാ, കുറച്ച് ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാ. എൻ്റെ അല്ലേ ഉപ്പ? ജിബിൻ: ആ ഉവ്വ ഉവ്വ. നിഹാൽ: ഡാ, ഒന്നും വേണ്ടാന്ന് പറ, വേഗം ഇറങ്ങാം. ഞാൻ പറഞ്ഞു: ഡാ, അതൊന്നും പറഞ്ഞ് അങ്ങോട്ട് കേൾക്കില്ല. ഉമ്മ സൽക്കരിക്കാതെ വിടില്ല. ഞങ്ങളുടെ സംസാരത്തിനിടയിൽ ഉമ്മ അവർക്ക് കുടിക്കാൻ വെള്ളവുമായി വന്നു. ഞാൻ അവരെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കൊച്ചുമ്മയ്ക്കും പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ അവരെ പറ്റി എപ്പോഴും വീട്ടിൽ സംസാരിക്കാറുള്ളത് കൊണ്ടാവാം ഉമ്മ അവരോട് നല്ല കമ്പനിയായിട്ടാണ് സംസാരിച്ചത്. അതിനിടയിൽ നിഹാൽ ഉമ്മയോട് ചോദിച്ചു: ഉമ്മ എന്താ ടൂറിന് പോകുമ്പോഴും ഇങ്ങനെ പർദ്ദ ഇട്ടുകൊണ്ട് വരുന്നേ? കൊച്ചുമ്മയെപ്പോലെ ചുരിദാറൊക്കെ ഇട്ട് ഫ്രീ ആയി വന്നാൽ പോരായിരുന്നോ? അവൻ്റെ തമാശയോടെയുള്ള സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു. ഉമ്മ പറഞ്ഞു: മോനെ, ഞാൻ ഈ പർദ്ദയിലായിട്ട് ഇപ്പോൾ 12 കൊല്ലം ആവാണ്. ഇവൻ്റെ ഉപ്പാൻ്റെ കൂടെ സൗദിയിൽ നിന്ന സമയത്ത് തുടങ്ങിയ ശീലമാണ്. ജിബിൻ: ആഹാ, അപ്പോൾ ഉപ്പ നിർബന്ധിച്ചിട്ടാണോ ഉമ്മയെ പർദ്ദയ്ക്കുള്ളിലാക്കിയേ? എന്താണ് ഉപ്പ? ഉമ്മ: ആഹാ, നിങ്ങൾ ആൾക്കാർ കൊള്ളാമല്ലോ. വീട്ടിൽ വന്ന് കയറിയ ഉടനെ തന്നെ വീട്ടുകാരെ കളിയാക്കുന്നു. ഉമ്മയും ഒരു കൗണ്ടർ അങ്ങ് അടിച്ചു. നിഹാൽ: എന്ത് ചെയ്യാനോ ഉമ്മ, ഇതൊരു ശീലമായി പോയി, സഹിച്ചേ പറ്റൂ. എറണാകുളം വരെ പോകാനുള്ളതല്ലേ, ഇതുപോലെ ഇനിയും കേൾക്കാൻ കിടക്കുന്നു. അതുപോട്ടെ, ചോദിച്ചതിന് മറുപടി പറ. ഉമ്മ: ഉപ്പ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പർദ്ദ ഉപയോഗിച്ച് തുടങ്ങിയത്. എന്നാലും ഇപ്പോൾ ഇതെടുത്തേ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കംഫർട്ട് തോന്നില്ല. നിഹാൽ: അപ്പോൾ വീഗാലാൻഡിലും ഈ പർദ്ദ ഇട്ടുകൊണ്ടാണോ ഇറങ്ങാൻ പോണേ? അവർ സമ്മതിക്കില്ല കേട്ടോ. ഉമ്മ പറഞ്ഞു: നീ എന്നെ അത്ര പൊട്ടനാക്കൊന്നും വേണ്ട. അതിനു വേണ്ടി ഞാൻ വേറെ ഡ്രസ്സ് കരുതിയിട്ടുണ്ട്. അങ്ങനെ അരമണിക്കൂറത്തെ കത്തിക്ക് ശേഷം ഞങ്ങൾ പോവാനിറങ്ങി. നിഹാലും ജിബിനും മുന്നിലും ബാക്കിയുള്ളവർ പിന്നിലും ഇരിക്കാമെന്ന് വെച്ച്. അതാവുമ്പോൾ ദൈവന്മാർക്കും ബോറടിക്കില്ല. ഉമ്മയെ കൊച്ചുമ്മയെ പിന്നിലെ സീറ്റിലേക്ക് കയറ്റാൻ നിഹാൽ പോയി ഇന്നോവയുടെ സീറ്റ് മടക്കി കൊടുത്തു. ആദ്യം കൊച്ചുമ്മയെ കയറ്റി പിന്നാലെ ഉമ്മയും കയറാനൊരുങ്ങി. കുനിഞ്ഞു വണ്ടിയിലേക്ക് കയറിയപ്പോൾ പർദ്ദയിലൂടെ പിന്നഴക് കണ്ടിട്ട് നിഹാലും ജിബിനും കണ്ണും തള്ളി വാപൊളിച്ച് നിന്നു. സംസാരത്തിനിടയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാവും ഈ തവണ അവന്മാർ 2 പേരും എൻ്റെ ഉമ്മയുടെ ആകാരവടിവ് നന്നായി ആസ്വദിച്ചു. എങ്ങനെ ആസ്വദിക്കാതെ ഇരിക്കും? കൊഴുത്തുരുണ്ട ശരീരം കയ്യെത്തും ദൂരത്ത് അവരെ കൊതിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ആരായാലും നോക്കിപ്പോവും. ആ മാരക സീൻ ഉണ്ടാക്കിയ തരിപ്പുമായി അവർ 2 പേര് മുൻസീറ്റിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങി മണിക്കൂർ 1 ആയപ്പോഴേക്കും ഉപ്പ കൂർക്കം വലി തുടങ്ങി. ഞങ്ങളുടെ സംസാരമൊന്നും ഉപ്പയെ അനക്കിയില്ല. വീട്ടുവിശേഷങ്ങളും ഞങ്ങളുടെയും ഉമ്മയുടെയും കൊച്ചുമ്മയുടെയും കോളേജ് വിശേഷങ്ങളും ഒക്കെയായി ഞങ്ങൾ അടിച്ചു പൊളിച്ച് യാത്ര തുടർന്നു. ഈ സമയം കൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ കമ്പനിയായി. ഉമ്മയ്ക്കും കൊച്ചുമ്മയ്ക്കും എന്നെപ്പോലെ 2 മക്കളെ കിട്ടിയ സന്തോഷമായിരുന്നു. അവന്മാർക്കും അങ്ങനെ തന്നെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നേ. 6 മണിക്കൂർ വെറും അരമണിക്കൂർ പോലെ കടന്നുപോയി. 10:30 ആയപ്പോൾ ഞങ്ങൾ വീഗാലാൻഡിലെത്തി. അവിടെ എത്തി ഞങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയ സമയത്ത് അവന്മാർ 2 പേരും കൂടി സിഗരറ്റ് വലിക്കാൻ സ്മോക്കിംഗ് ഏരിയയിൽ പോയി. ഞങ്ങൾ ഡ്രസ്സിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും അവർ ഡ്രസ്സിങ് റൂമിൽ കയറാൻ റെഡിയായി. തിരക്ക് കാരണം 5 മിനിറ്റ് അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും ഉമ്മായും കൊച്ചുമ്മായും ഒരുങ്ങി വന്നു. അവരെ കണ്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിത്തിരിച്ചു. ഉമ്മയൊരു നീല ചുരിദാറും പാൻറ്റും, കൊച്ചുമ്മയാണെങ്കിൽ ഒരു ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടും. ഞാൻ ഇതുവരെ കാണാത്തൊരു കോലമായിരുന്നു അവരുടെ 2 പേരുടെയും. ഉമ്മയുടെ ഷേപ്പ് ചുരിദാറിൽ കൂടുതൽ വ്യക്തമായി. അവിടെ വന്ന് എല്ലാവരുടെയും കൺട്രോൾ കളഞ്ഞിട്ടുണ്ടാവും ഉറപ്പാ. ബോഡി ചുരിദാറിൻ്റെ തുണിയോട് പറ്റിപ്പിടിച്ച് കിടക്കുന്നു. അതുവഴി പോകുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ഉമ്മയുടെ ശരീര അളവ് കൃത്യമായി പറയാം. അതുപോലെ വ്യക്തമാണ് ആ ചുരിദാറിൽ ഉമ്മയുടെ എല്ലാ ശരീരഭാഗങ്ങളും. കൊച്ചുമ്മ മോഡേൺ ഡ്രസ്സിൽ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ട്രാക്ക് പാൻറ്റ് കുറച്ച് ലൂസാണ്, എന്നാലും നന്നായി പിടിച്ചാണ് കിടക്കുന്നത്. വീഗാലാൻഡിനെ ഹരം കൊള്ളിച്ചുകൊണ്ട് 2 മാദക തിടമ്പുകളും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇതൊക്കെ കണ്ടിട്ടാവും നിഹാലിൻ്റെയും ജിബിൻ്റെയും ഇളക്കം ഞാൻ ശ്രദ്ധിച്ചു. നേരെ ഉമ്മ വന്ന് നിഹാലിനോട് ചോദിച്ചു: ഇപ്പോൾ നിങ്ങളുടെ പരാതി തീർന്നോ? ഞാൻ പർദ്ദ മാറ്റിയല്ലോ, എങ്ങനെയുണ്ടിപ്പോൾ? നിഹാൽ മറുപടി പറഞ്ഞു: ഉമ്മയ്ക്ക് ഇതാണ് നല്ലപോലെ ചേരുന്നത്. ഒരു 5 വയസ്സ് കുറഞ്ഞ പോലെ നല്ല സുന്ദരിയായിട്ടുണ്ട്. ആ കോംപ്ലിമെൻ്റ് ഉമ്മയ്ക്കിഷ്ടമായി.
അപ്പോൾ അടുത്ത കമൻറ്റ് ജിബിൻ്റെ വക. കൊച്ചുമ്മ പിന്നെ പണ്ടേ സുന്ദരി ആയതുകൊണ്ട് കുഴപ്പമില്ല, ഡ്രസ്സ് ഏതായാലും കുഴപ്പമില്ല. അത് കേട്ട് അവർ രണ്ടുപേരും കുണുങ്ങി ചിരിച്ചു. ഇവന്മാർ എൻ്റെ ഉമ്മമാരെ വളയ്ക്കുവാണോ എന്ന് ഞാൻ മനസ്സിലോർത്തു. ആവില്ല, അവരെ പറ്റി അങ്ങനെ ചിന്തിച്ചുകൂടാ. എൻ്റെ ബെസ്റ്റീസ് അല്ലേ, ഡ്രസ്സ് മാറാൻ എന്ന് പറഞ്ഞ് അവന്മാർ രണ്ടുപേരും കൂടി ഡ്രസ്സിങ് റൂമിലേക്ക് പോയി. ഉമ്മ എന്നോട് ചോദിച്ചു, ഉപ്പ എന്തെടാ? ഞാൻ പറഞ്ഞു, ദേ അവിടെ ഫർസാമോളെ റൈഡൊക്കെ കാണിക്കാനെന്ന് പറഞ്ഞ് അപ്പുറത്ത് നിപ്പുണ്ട്. പാവം ഉപ്പ ഇതൊന്നും കാണുന്നതും കേൾക്കുന്നതും ഇല്ലല്ലോ. ഉമ്മയും കൊച്ചുമ്മായും ഉപ്പാടെ അടുത്തേക്ക് പോയി. സമയം കുറേ ആയിട്ടും അവന്മാരെ കാണാത്തത് കൊണ്ട് ഞാൻ ഡ്രസ്സിങ് റൂമിലേക്ക് ചെന്ന് അവിടെ അവരുടെ സംസാരം പുറത്തുനിന്ന് കേട്ട ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. നിഹാൽ, ഡാ നീ അവൻ്റെ ഉമ്മാനെ ശ്രദ്ധിച്ചോ? എന്താടാറ് ചരക്കാടാ, എങ്ങനാ ഇത്രയൊക്കെ വലുതാവുന്നേ? ജിബിൻ, അവള് സൂപ്പറാടാ, അവൻ്റെ ഉപ്പ വെറും മൊണ്ണ. നിഹാൽ, ആടാ എന്ത് പോങ്ങനാണല്ലേ അയാൾ. അല്ലെങ്കിൽ ഇതുപോലൊരു മുതുചരക്കിനെ ഇവിടെ നിർത്തിയിട്ട് അയാൾ ഗൾഫിൽ പോയി നിൽക്കുവോ? ജിബിൻ, ശരിയാളിയാ, നമ്മൾ വല്ലോ ആർന്നേൽ ഇവളെ വെച്ച് 4-5 പിള്ളേരെ ഉണ്ടാക്കിയേനെ. നിഹാൽ, ഇതിപ്പോൾ ഇവൻ ലക്കിനുണ്ടായതാ, അതാ അങ്ങേരെ പോലൊരു പൊട്ടനായത് അവനും. ജിബിൻ, നീ അവനെ അങ്ങനെ പൊട്ടൻ എന്ന് വിളിക്കാതടാ, അവൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയേ. നമ്മളെപ്പോലുള്ളവർ വല്ലതും ആണേൽ ഇതുപോലൊരു ഐറ്റം വീട്ടിലുണ്ടെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് ഫാമിലി ട്രിപ്പിന് കൊണ്ടുപോവോ? നീ എങ്ങാനും വന്ന് വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിവായിരുന്നേ, നിന്നെ ഞാൻ കൊന്നേനെ. നിഹാൽ, ഇങ്ങനൊരു ചരക്ക് വീട്ടിലുള്ള കാര്യം ഞാൻ അറിയുന്നില്ലല്ലോ. നേരത്തെ അറിഞ്ഞായിരുന്നേ ഞാൻ അപ്പോഴേ ഓക്കെ പറയില്ലായിരുന്നു. എന്തായാലും സമ്മതിച്ചത് നന്നായി. ജിബിൻ, നീ അവൾ കാറിൽ കയറിയപ്പോൾ അവളുടെ സ്ട്രക്ചർ നിന്നത് കണ്ടായിരുന്നോ? എനിക്ക് അവളെ ആ പൊസിഷനിൽ കണ്ടപ്പോൾ എന്തൊക്കെയോ തോന്നി. നിഹാൽ, ഞാൻ അപ്പോൾ തന്നെ മനസ്സിൽ ഓർത്തു. ജിബിൻ, നീ ഓർക്കുമെന്ന് എനിക്കറിയാം, എന്തൊരു ഒലിപ്പിക്കലായിരുന്നു. നിഹാൽ, അത് പിന്നെ വളയ്ക്കണ്ടായോ? ജിബിൻ, അതല്ല രസം, അതിൻ്റെ ഇടയ്ക്ക് അവൾ കാറിൽ വെച്ച് പറഞ്ഞത് കേട്ടോ, അവൾ അവിടെ ഉമ്മാടെ പോലാണെന്ന്. നിഹാൽ, അപ്പോൾ അവിടെ തള്ളയും ഒരു കൊഴുത്തറാണി ആയിരിക്കും. ഇവളല്ലേ മൂത്ത, അപ്പോൾ തള്ളയ്ക്ക് അധികം പ്രായമായി കാണില്ലായിരിക്കും അല്ലേ? ജിബിൻ, ഇപ്പോഴും എല്ലാം കാണുമായിരിക്കും. നിഹാൽ, കോപ്പ്, ഇവിടെ കുടുംബത്തിലൊന്ന് കയറിപ്പറ്റാൻ പറ്റിയിരുന്നേൽ അവളെയും തള്ളയെയും പിന്നെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും വളച്ചുകൊണ്ട് പോകായിരുന്നു. ജിബിൻ, നിനക്ക് പറ്റും, നിങ്ങൾ ഒരേ മതമല്ലേ. വലുതാവുമ്പോൾ വേണേ അവൻ്റെ കൊച്ചുമ്മാടെ മോളെ അങ്ങ് കെട്ടിക്കോ, അതാവുമ്പോൾ അവളെയും കിട്ടുമല്ലോ. ഡാ, അവളെ കിട്ടുവാണെങ്കിൽ എനിക്കൂടെ തരണേ. എനിക്ക് അവൻ്റെ അമ്മയേക്കാൾ ഇഷ്ടമായത് കൊച്ചുമ്മാനെയാ. നല്ല ഒതുക്കമുള്ള ചരക്ക, ഡെയിലി എത്ര ആയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. നിഹാൽ, നോക്കട്ടെ അളിയ, ആദ്യം ആ കൊച്ചൊന്ന് വലുതാവട്ടെ, അപ്പോൾ നോക്കാം. ഡാ, നമുക്കിറങ്ങാം. അവരുടെ സംസാരം കേട്ട് എനിക്ക് സത്യത്തിൽ വന്നത് ദേഷ്യത്തിനേക്കാൾ കൂടുതൽ സങ്കടമാണ്. ഇവരെയാണല്ലോ ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചത്, കൂടെ കൊണ്ട് നടന്നത്. എല്ലാം വെറുതെ ആയല്ലോ. ഉള്ളിൽ ഇങ്ങനെയാണേലും ഇവർ മാത്രമേ ഉള്ളൂ എന്നെ കളിയാക്കാത്ത എന്നത് മാത്രമാണ് ആകെ ഒരു ആശ്വാസം. എന്തേലും ആവട്ടെ, ഇനി ശ്രദ്ധിക്കണം. ഡാ, എന്തായി, അവർ റെഡിയായോ? നിഹാൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആയടാ, എല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നിഹാൽ, ഓക്കെ, എന്നാൽ നമുക്ക് പോവാം. വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള നോൺ വാട്ടർ റൈഡ്സ് എല്ലാം ഞങ്ങൾ ചെയ്തു തീർത്തു. വെള്ളം നനവുണ്ടേൽ ചില റൈഡൊന്നും ചെയ്യാൻ സമ്മതിക്കാറില്ല. അവന്മാർക്കൊരു ചാൻസ് പോലും കൊടുക്കാതെ ബുദ്ധിപൂർവ്വം ഞാൻ ഉമ്മാടെയും കൊച്ചുമ്മാടെയും കൂടെ തന്നെ ആയിരുന്നു. മുതലെടുക്കാൻ അവസരം കൊടുക്കാത്തതിന് അവന്മാരുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നോൺ വാട്ടർ റൈഡ്സ് എല്ലാം ചെയ്ത് തീർത്ത് ഞങ്ങൾ വാട്ടർ റൈഡ് സെക്ഷനിലെത്തി. അതിലാദ്യം ലേസി റിവർ റൈഡായിരുന്നു. അതിൽ കയറാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. വെറുതെ ട്യൂബിലിരുന്ന് കൈകൊണ്ട് തുഴഞ്ഞ് വാട്ടർ പോണ്ട് ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ റോപ്പിൽ പിടിച്ച് പതുക്കെ പതുക്കെ ക്രോസ് ചെയ്യണം. ഒരു ത്രില്ലില്ലാത്ത റൈഡ്. കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും മാത്രമുണ്ട് അതിൽ. പക്ഷേ ഉമ്മയ്ക്കും കൊച്ചുമ്മയ്ക്കും കയറണമെന്നൊരേ നിർബന്ധം. ഉപ്പയ്ക്ക് ഡിസ്കിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഹാപ്പിയായി, വെറുതെ സമയം കളയണ്ടല്ലോ. ഉപ്പ എന്നോട് പറഞ്ഞു, നീ ഒരു കമ്പനിക്ക് പോവാൻ. ഞാൻ വരില്ല എന്ന് തീർത്ത് പറഞ്ഞു. അവർക്ക് കയറണം എന്നൊരേ വാശി.
ഉപ്പ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. പാവം, അവർ വല്ലപ്പോഴും അല്ലേടാ ഇങ്ങനെയൊക്കെ പോവാൻ. നിനക്കൊന്ന് പൊയ്ക്കൂടെ അവരുടെ കൂടെ? ആരുമില്ലെങ്കിൽ അവർ കയറില്ല. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ആ അവസരം മുതലെടുത്ത അവന്മാർ നിഹാൽ പറഞ്ഞു, ഉമ്മയ്ക്കും കൊച്ചുമ്മയ്ക്കും കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ വേണേ കൂടെ വരാം. ഉമ്മ പറഞ്ഞു, ഞങ്ങൾക്കെന്ത് കുഴപ്പം, നിങ്ങളും എനിക്ക് അവനെ പോലെ മക്കളാണ്. ഉപ്പ എന്നോട് പറഞ്ഞു, കണ്ടോടാ, കണ്ടു പഠിക്ക്, അവർക്ക് വീട്ടുകാരുടെ വിഷമം മനസ്സിലാവും. നിന്റെ കൂട്ടുകാരല്ലേ, നിനക്കും അവരെ പോലെ ആയിക്കൂടെ? പാവം കുട്ടികൾ, അവന്മാരെന്തിനാ പോകുന്നതെന്ന് പാവം എൻ്റെ ഉപ്പയ്ക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ വിശ്വസിച്ച് അവരുടെ കൂടെ വിടല്ലേ ഉപ്പ, ഞാൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ 4 ട്യൂബിൽ കയറിയിരുന്ന് അവർ 4 പേരും കൂടെ പതുക്കെ തുഴഞ്ഞു തുടങ്ങി. കുറച്ചായപ്പോൾ ഉമ്മ പറഞ്ഞു, ഇതൊരു രസമില്ല, നമുക്ക് റോപ്പിൽ പിടിച്ചു പോവാമെന്ന്. അങ്ങനെ അവർ ട്യൂബ് വേണ്ടാന്ന് വെച്ച് റോപ്പിൽ പിടിച്ച് പതുക്കെ പതുക്കെ വെള്ളത്തിലൂടെ നടന്നു. എസ്കോട്ട് എന്ന പോലെ കൊച്ചുമ്മയും അതിൻ്റെ പുറകിൽ ജിബിനും തൊട്ടു പിന്നിൽ ഉമ്മയും അതിൻ്റെ പിന്നിലായി നിഹാലും പതുക്കെ നടന്നു തുടങ്ങി. നടുക്കോട്ടെത്തും തോറും ആഴം കൂടി വന്നുകൊണ്ട് കാല് നല്ലപോലെ നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടായില്ല. എന്നാലും പതുക്കെ കയറിൽ പിടിച്ച് കാലിട്ടടിച്ച് അവർ മുന്നോട്ട് പോയി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഉമ്മയ്ക്കും തീരെ പറ്റാണ്ടായി. ഹൈറ്റും ഇല്ല വെയിറ്റും ഉള്ളതുകൊണ്ട് ഉമ്മയുടെ മൂക്കിലുമൊക്കെ വെള്ളം കയറാനായി. ഉമ്മ നല്ലപോലെ പേടിച്ചു അവിടെ തന്നെ നിന്ന്. കൊച്ചുമ്മ ചോദിച്ചു, എന്തു പറ്റി താത്ത, നടക്കാൻ വയ്യായോ? അതേ ഷിംന, ആഴം കൂടുതലാ, എനിക്ക് പേടിയാവുന്നു, കാലും കൈയും ഒക്കെ വിറയ്ക്കുന്നു. കൊച്ചുമ്മ പറഞ്ഞു, എനിക്കും അതുപോലെ തന്നെയാണ് ഇത്താത്ത, വയ്യാണ്ടായി. കൊച്ചുമ്മ ചോദിച്ചു, എടാ പിള്ളാരെ, നിങ്ങളെ താങ്ങിപ്പിടിച്ച് ഞങ്ങൾ പതുക്കെ പൊയ്ക്കോളാം, മുങ്ങിയാലൊന്ന് പിടിച്ചോണേ. നിഹാൽ ഇടയ്ക്ക് കയറി പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങൾ പിടിച്ചോളാം. ഞങ്ങൾക്ക് നീന്തലൊക്കെ അറിയാവുന്നയാ, വെറുതെ ഞങ്ങളെ പിടിച്ചിരുന്നാൽ മതി, ഞങ്ങൾ അവിടെ കൊണ്ടെത്തിച്ചോളാം. എൻ്റെ നെഞ്ചിരിപ്പ് കൂടി. ഈ കൊച്ചുമ്മയ്ക്ക് എന്തിൻ്റെ കേടാ, തിരിച്ചിങ്ങ് പോയാൽ പോരായിരുന്നോ? അതിനിടയ്ക്ക് ഫർസമോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഒരേ വാശി. ഉപ്പ എന്നെയും വിളിച്ച് കൂടെ വരാൻ. ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ ഇവിടെങ്ങാനും ഇരുന്നോളാം. എനിക്കറിയായിരുന്നു എൻ്റെ കൺവെട്ടം പോയാൽ അവന്മാരവിടെ പിടുത്തം തുടങ്ങുമെന്ന്. ഉപ്പ എന്നോട് ചൂടായി, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഒരു കാര്യത്തിന് ഉപകാരവുമില്ല, അവരെ റൈഡിൽ കയറ്റാനും ആ പിള്ളേർ തന്നെ വേണ്ടി വന്നില്ലേ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഈ ഉപ്പ എന്താ ഇങ്ങനെ? നിങ്ങളുടെ കെട്ടിയോളെ അവന്മാരിപ്പോൾ നല്ലപോലെ റൈഡ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളിവിടെ ഐസ്ക്രീമും വായിലിട്ടിരുന്നു. അവന്മാരിപ്പോൾ എന്ത് ചെയ്യുവാണോ എന്തോ. ഉപ്പാടെ കണ്ണ് വെട്ടിച്ച് ഞാൻ അവിടെ നിന്നും മുങ്ങി. റൈഡിൻ്റെ അടുത്ത് തന്നെ അവർ കാണാത്ത സ്ഥലം നോക്കി ഒളിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് അവരെ നല്ലപോലെ വ്യക്തമായി കാണാം. കൊച്ചുമ്മ ഒരു കൈ ജിബിൻ്റെ തോളിൽ കൂടെ ഇട്ടേക്കുന്നു, മറ്റേ കൈ കൊണ്ട് റോപ്പിലും പിടിച്ചിട്ടുണ്ട്. അവനും അതുപോലെ ഒരു കൈ റോപ്പിലും മറ്റേ കൈ കൊച്ചുമ്മയുടെ ഇടുപ്പിലും പിടിച്ചിട്ടുണ്ട്. അവനിടയ്ക്ക് കൊച്ചുമ്മയെ ചേർത്ത് പിടിച്ച് നല്ലപോലെ മുതലാക്കുന്നുണ്ട്. ഉമ്മയെ നിഹാല് നല്ലപോലെ വരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുതലെടുപ്പത്തിൻ്റെ കാര്യത്തിൽ അവനും മോശമൊന്നുമല്ല. ഉമ്മയ്ക്കത് മനസ്സിലാവണില്ലെന്ന് തോന്നുന്നു. നിഹാൽ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഇനി അങ്ങോട്ട് ഇച്ചിരി ആഴം കൂടുതലാണ്, ഉമ്മ നന്നായി പിടിച്ചോണം. ഉമ്മ കുറച്ച് മുന്നോട്ട് നിന്നു. ഉമ്മ നിഷ്കളങ്കമായി അവൻ പറയുന്ന എല്ലാം വിശ്വസിച്ച് അവൻ പറയുന്ന പോലെ കേൾക്കുന്നുമുണ്ട്. ഇപ്പോൾ ഉമ്മയുടെ ഇടത്തെ കാൽ നിഹാലിൻ്റെ കാലിൻ്റെ ഇടയിലായി. അങ്ങനെ നടന്ന് നീങ്ങി. പെട്ടെന്ന് അവൻ ഉമ്മയുടെ കാലിൽ ചുറ്റി വെച്ചിരുന്ന കാലൊന്ന് ലൂസാക്കി. ഉമ്മ പെട്ടെന്ന് വെള്ളത്തിൽ താഴ്ന്നു പോയി. ആ തക്കം നോക്കി അവൻ മുതലെടുപ്പ് നടത്തി. ആസ്വദിച്ചാണ് അവൻ ഉമ്മയെ വെള്ളത്തിൽ നിന്ന് പൊക്കിയത്. ഉമ്മ നന്നായി പേടിച്ചു. സോറി ഉമ്മ, കൈവേദന എടുത്തു, ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്. നന്നായി ഉമ്മ, ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നന്നായി പിടിക്കാൻ പറ്റിയില്ല, അതാ. ഞാൻ പേടിച്ചു പോയി മോനെ, ഉമ്മ പറഞ്ഞു. ഉമ്മ പേടിക്കേണ്ട, ഞാൻ നന്നായി നോക്കിക്കൊള്ളാം. ഉമ്മ മുമ്പിലോട്ട് നിന്നു. എന്നാലേ എനിക്ക് നന്നായി സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ഉമ്മ അവൻ പറഞ്ഞ പോലെ ചെയ്തു. അവൻ പുറകിലേക്ക് ചേർന്നങ്ങ് നിന്നു. ഉമ്മയുടെ അരയിൽ പിടിച്ചേക്കുന്ന കൈ കൊണ്ട് ഉമ്മയെ അവനിലോട്ട് ചേർത്ത് മുറുക്കെ പിടിച്ചു. അങ്ങനെ തന്നെ നടന്നു. അതേസമയം അപ്പുറത്ത് കൊച്ചുമ്മ അവന് പൂർണ്ണമായും വഴങ്ങാറായി. കൊച്ചുമ്മയ്ക്ക് കുറച്ച് ഇളക്കം കൂടുതലുള്ള സാധനമാണെന്ന് എനിക്ക് തോന്നി. ഉമ്മയേക്കാൾ മുന്നേ തന്നെ കൊച്ചുമ്മ ജിബിന് വഴങ്ങിക്കൊടുത്തു. നിഹാൽ ഉമ്മയിൽ തിരക്കിയായിരുന്ന സമയം ജിബിൻ കൊച്ചുമ്മയുടെ കൂടെ റൈഡ് ആസ്വദിച്ചു. നിഹാലിൻ്റെ അത്ര ധൈര്യമില്ലാതിരുന്ന ജിബിനോട് പോലും കൊച്ചുമ്മ നല്ല സഹകരണമായിരുന്നു. അവന്മാർ രണ്ടുപേരുടെയും ഉദ്ദേശം ഏതാണ്ട് നടന്നു. പാവം കൊച്ചാപ്പ.
കലാപരിപാടികൾ കഴിഞ്ഞതോടെ അവർ വേഗം കരയ്ക്കെടുത്ത് അവർ വേഗം ഉപ്പാടെ അടുത്തേക്ക് പോയി. ഞാനും അങ്ങോട്ടേക്ക് ഓടി ചെന്നു. ഉപ്പ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു, റൈഡ് ഇഷ്ടമായോ? ഉമ്മ പറഞ്ഞു, പെരുത്തിഷ്ടായി, നല്ല റൈഡായിരുന്നു. പിള്ളേരുള്ളത് കൊണ്ട് ഒരു ധൈര്യമുണ്ടായിരുന്നു. ആഹാ, അത് പിന്നെ അവരും നമ്മുടെ പിള്ളേരല്ലേ, കണ്ടു മടിക്കട്ടെ നമ്മുടെ മോൻ. അത് കേട്ട നിഹാലും ജിബിനും ഉമ്മയും കൊച്ചുമ്മയും ചിരിച്ചു. അവന്മാരുടെ ചിരി ഉപ്പയെ ഓർത്തെന്ന് എനിക്ക് മനസ്സിലായി. പാവം ഉപ്പ കെട്ടിയോളെയും അനിയത്തെയും അവന്മാരെ മുതലാക്കിയത് ഉപ്പ അറിയുന്നില്ലല്ലോ. ഉപ്പ അവർക്ക് സ്പെഷ്യൽ ട്രീറ്റൊക്കെ ഓഫർ ചെയ്തു. ഉപ്പയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്തു തരും, മുന വെച്ച് നിഹാൽ പറഞ്ഞു. അത് കേട്ട ഉമ്മയും കൊച്ചുമ്മയും ചിരി അടക്കി പിടിച്ചു. എന്നാൽ നമുക്ക് അടുത്തതിൽ കയറാമെന്ന് പറഞ്ഞ് ഞങ്ങളെയും കൂട്ടി ഉപ്പ വേവ് പൂളിൽ പോയി. വേവ് പൂളിൽ ഞങ്ങളെ കാത്തിരുന്നത് ഒരു ജനസാഗരമായിരുന്നു. ഏതോ +2 സ്കൂളിൽ നിന്നും ടൂർ വന്ന കുട്ടികളായിരുന്നു അധികവും. അവിടെ നിന്നിരുന്ന ആൺതരികളുടെ നോട്ടം മുഴുവൻ ഉമ്മയുടെയും കൊച്ചുമ്മയുടെയും ദേഹത്തായിരുന്നു. കൂട്ടത്തിൽ ഒരു ചെക്കൻ അവൻ്റെ കൂട്ടുകാരനോട് പറയുന്നത് കേട്ടു, നോക്കടാ നോക്കടാ, 2 പൊളിച്ചരക്ക് അമ്മായിമാർ, എന്തുവാടേ ഇത്? എൻ്റെ ഉമ്മയെ നോക്കി അവൻ പറഞ്ഞു, ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പൂളിൽ ഇറങ്ങിയത്. എല്ലാ പിള്ളേരുടെയും നോട്ടം എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളിലായിരുന്നു. ജിബിനും നിഹാലിനും ഇനിയുള്ളത് ദർശന സുഖം മാത്രമായിരുന്നു. ഉമ്മാടെയും കൊച്ചുമ്മാടെയും ഡ്രസ്സിങ് അവരെ നന്നായി കാണിച്ചു. ഇടയ്ക്ക് ചില കുട്ടികൾ ബോൾ ഞങ്ങളുടെ അടുത്തേക്ക് മനഃപൂർവ്വം എടുത്തെറിഞ്ഞിട്ട് സീൻ പിടിച്ചു പോവുമായിരുന്നു. വായ്നോക്കികളിൽ കൂടുതൽ എൻ്റെ ഉമ്മയുടെ ഫാൻസ് ആയിരുന്നു. വേവ് പൂളിലെ വലിയ വേവുകൾ എൻ്റെ ഉമ്മയുടെ ചുരിദാർ ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിരുന്ന എല്ലാ കുട്ടികളും എൻ്റെ ഉമ്മയുടെ നേർക്ക് തന്നെ നോക്കുമായിരുന്നു. നനഞ്ഞു കുതിർന്ന ഡ്രസ്സ് വേവ് പൂളിനെ ഒന്നടങ്കം ആവേശത്തിൽ നിർത്തി. എല്ലാവരെയും ആവേശം കൊള്ളിച്ച ശേഷം ഞാനും ഉപ്പയും എൻ്റെ മലഞ്ചര കൊമ്മമാരും എൻ്റെ സുഹൃത്തുക്കളും വേവ് പൂളിൽ നിന്നും പോയി. അവിടെ നിന്നും തൊട്ടടുത്ത റൈഡ് വരെ എൻ്റെ ഉമ്മമാരെ ചെക്കന്മാരുടെ കണ്ണുകൾ കൊണ്ടെത്തിച്ചു. കയറിയ എല്ലാ റൈഡുകളിലും നാട്ടുകാരെ മൊത്തം കൊതിപ്പിച്ച് ഞങ്ങൾ വീഗാലാൻഡിനോട് വിട പറയാനൊരുങ്ങി. ഞങ്ങൾ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്ത് വണ്ടിയിൽ കയറി. ഉപ്പാടെ ആജ്ഞാപനങ്ങൾക്ക് വിരുദ്ധമായി എൻ്റെ ഉമ്മ തിരിച്ചുള്ള യാത്രയിൽ പർദ്ദ ഉപേക്ഷിച്ച് ചുരിദാറാക്കി. എൻ്റെ ഉമ്മയ്ക്ക് ഇവന്മാരെന്ത് കൈവശമാണ് കൊടുത്തതെന്ന് ഞാൻ ആലോചിച്ചു. ഉപ്പ ചോദിച്ചു, എന്തു പറ്റി നിൻ്റെ പർദ്ദയ്ക്ക്? ഉമ്മ പറഞ്ഞു, ഇനി അതൊന്നും എടുത്തിടാൻ വയ്യ, നമ്മുടെ കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ യാത്ര തുടങ്ങി. തിരിച്ചുള്ള യാത്രയിൽ ഉപ്പ കുറച്ച് ആക്റ്റീവായിരുന്നു. അവരോട് ഇത്തവണ കൂടുതൽ ഉപ്പയായിരുന്നു സംസാരിച്ചത്. നിഹാൽ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ എന്താണ് വണ്ടി ഓടിക്കാത്തത്? ഇത് നല്ല വണ്ടിയാണല്ലോ. ഡിസ്കിൻ്റെ പ്രോബ്ലമാണ്, ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരുന്നാൽ പിന്നെ ഭയങ്കര നടുവേദനയായിരിക്കും. പിന്നെ ഈ വണ്ടിയും പഴയതല്ലേ, അതാ. അതിനെന്താ ഉപ്പ, പഴയ വണ്ടിയാണേലും ഇത് നല്ല കണ്ടീഷനാണ്, നല്ല പിക്കപ്പുണ്ട്, സ്മൂത്താണ്, നിഹാൽ പറഞ്ഞു. എനിക്ക് വണ്ടിയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല മോനെ, ഞാൻ എന്തുണ്ടേലും അടുത്തുള്ള വർക്ക്ഷോപ്പിലാണ് കാണിക്കുന്നത്, ഉപ്പ പറഞ്ഞു. അത് കേട്ട് ജിബിൻ അടക്കി ചിരിക്കുന്നത് കണ്ടു. ഞങ്ങളുടെ വണ്ടികളൊക്കെ ഞാൻ തന്നെയാണ് റിപ്പയർ ചെയ്യുന്നത്, എനിക്ക് നല്ല പണിയറിയാം, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പണിയും, നിഹാൽ പറഞ്ഞു. ഉപ്പ, എനിക്ക് പണിയൊന്നും അറിയില്ല മോനെ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നിഹാൽ, അതെനിക്ക് ഉപ്പയെ കണ്ടപ്പോഴേ തോന്നി, ഉപ്പ പണിഞ്ഞ ഈ വണ്ടി അങ്ങനെ ഇരിക്കില്ല, ഇതിന് നല്ല പണി അറിയാവുന്ന പണിക്കാർ തന്നെ വേണം. ഇനി ഈ വണ്ടിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് പണിഞ്ഞു തരാം. ഉപ്പ, അതിന് ഞാനിവിടെ കാണില്ല മോനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹസീനയോട് പറയാം, അവൾ വിളിച്ചു പറഞ്ഞോളും, അല്ലേടി? നിഹാൽ, മതി, ഉമ്മ വിളിച്ചാലും മതി, ഞാൻ വന്ന് പണിഞ്ഞു കൊടുത്തോളാം. അല്ല, ഉപ്പയ്ക്ക് എത്ര നാളുണ്ട് ലീവ്? 1 മാസമേ ഉള്ളൂ മോനെ. നിഹാൽ, അപ്പോൾ വണ്ടിക്ക് നല്ല ഓട്ടം കാണില്ലല്ലോ അല്ലേ ഉമ്മ? ഉമ്മ പറഞ്ഞു, ഓട്ടമൊക്കെ കുറവാ, ഇടയ്ക്കിക്കോ വരുമ്പോൾ മാത്രമേ ഓടിക്കൂ. നിഹാൽ, അങ്ങനെ വെറുതെ ഇട്ടേക്കരുത്, വണ്ടിക്ക് എൻജിൻ പ്രോബ്ലം ഉണ്ടാവും, ഇടയ്ക്ക് ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യണം. ഉമ്മ പറഞ്ഞു, ഇനി നീ ഉണ്ടല്ലോ, നീ വന്ന് ചെയ്താൽ മതി. നിഹാൽ, അതൊക്കെ ചെയ്തിട്ട് വേണം എനിക്ക് നല്ലപോലെ ഒറ്റയ്ക്കൊന്ന് ഓടിക്കാൻ. അതെന്താ മോനെ, ഇപ്പോൾ നീ തന്നെ ആരുടെ ചെയ്യുന്നത്? ഉപ്പ നിഷ്കളങ്കമായി ചോദിച്ചു. അങ്ങനെയല്ല ഉപ്പ, നിങ്ങളുള്ളപ്പോൾ സ്പീഡിലൊന്നും റൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഡിസ്ക് പ്രോബ്ലം അല്ലേ? ഉമ്മ പറഞ്ഞു, എനിക്ക് സ്പീഡിൽ ഓടിക്കുന്നതാണ് ഇഷ്ടം. നിഹാൽ, ഉമ്മ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ഓടിച്ചോളാം.
അങ്ങനെ സംസാരിച്ച ഞങ്ങൾ വീടെത്തിയത് അറിഞ്ഞില്ല. ഞങ്ങളെല്ലാവരും ഇറങ്ങി. നിഹാലും ജിബിനും ഉമ്മയുടെയും കൊച്ചുമ്മയുടെയും നമ്പർ വാങ്ങി. സംശയം തോന്നാതിരിക്കാൻ ഉപ്പയുടെയും നമ്പർ വാങ്ങി. അവരുടെ നമ്പറും എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് അവരവരുടെ ബൈക്കിൽ യാത്രയായി. അവർ പോകുന്നതും നോക്കി ഞങ്ങൾ നിന്നു. ഉമ്മയുടെ മുഖത്ത് ഇന്ന് പതിവിലും കൂടുതൽ സന്തോഷം കാണപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം നന്നായി സന്തോഷിച്ചതിൻ്റെ ആവും ഞാൻ ഊഹിച്ചു. നല്ല ക്ഷീണമുണ്ടായതിനാൽ ഞങ്ങൾ ഓരോ റൂമിലേക്ക് ഉറങ്ങാൻ പോയി. അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെൻ്റെ സെക്കൻഡ് പാർട്ട് അയച്ചു തരാമെന്നാണ് സബ്സ്ക്രൈബർ പറഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത പാർട്ട് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. വിത്ത് ലവ്, അലീന.